ओम गुरु ब्रह्मा गुरु विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परम ब्रह्म तस्मै श्री गुरवे नमः। सदाशिवसमारंभां शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करम्। सर्वोपनिषदो गावो दोग्धा गोपालनन्दनः पार्थो वत्स सुधीर्भोक्ता दुग्धं गीतामृतं महत्। वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे ജഗദ്ഗുരും. എല്ലാ ആചാര്യമണ്ഡലിക്കും എൻ്റെ പ്രണാമം. ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്നതായ എല്ലാവർക്കും എൻ്റെ പ്രണാമങ്ങൾ. ഇതുവരെ പറഞ്ഞ ഭാഗത്തിലേക്ക് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി സംഗ്രഹിച്ചു പറയണം. എങ്കിൽ മാത്രമേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായ ഇതുവരെ വക്ഷ്യമാണ ലക്ഷണം എന്ന് പറഞ്ഞതായ, അതായത് ഇനി പറയാൻ പോകുന്ന സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, സത്യം ബ്രഹ്മ, ജ്ഞാനം ബ്രഹ്മ, അനന്തം ബ്രഹ്മ എന്ന് പറഞ്ഞ ആ ബ്രഹ്മത്തിൻ്റെ സ്വരൂപ ലക്ഷണം, ആ സ്വരൂപ ലക്ഷണത്തിലേക്ക് നാം എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളത് നാം ഇപ്പോൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് ഇത് ബ്രഹ്മവല്ലിയാണ്. തൈത്തിരീയ ഉപനിഷത്തിന്റെ ബ്രഹ്മവല്ലിയിൽ ഈ ബ്രഹ്മവിദ്യയെക്കുറിച്ചാണ് മഹർഷിമാർ ഉപദേശിച്ചു തരുന്നത്. ഇത് ഈ വിവിധിഷ വേദിത്തും ഇച്ഛ, ബ്രഹ്മത്തെക്കുറിച്ച് അറിയണമെന്നുള്ള ഇച്ഛ എപ്പോഴാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, അത് ഉണ്ടാകുന്നത് പല ജന്മങ്ങളിലായി, അനേകം ജന്മങ്ങളിലായി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ആ കർമ്മഫലങ്ങളെല്ലാം അനിത്യമാണ് എന്ന, അവ വീണ്ടും വീണ്ടും ജനന മരണങ്ങൾക്ക് കർമ്മങ്ങൾ കാരണമാകുന്നു എന്ന ഉറച്ച വിശ്വാസം വരുന്ന ഒരാൾ ദർശാതി പിതൃമേധാന്തഃ കർമ്മഭിഃ ബഹുജന്മസു അനുഷ്ഠിതൈഃ വിവിധിഷാ ജായതേ അന്തിമജന്മനി. ഏത് ജന്മത്തിലാണോ ഈ ബ്രഹ്മജ്ഞാനം ലഭിച്ച മുക്തനാകുന്നത്, അതാണ് അന്തിമമായ ജന്മം, അവസാനത്തെ ജന്മം. ആ സന്ദർഭത്തിലാണ് വിവിധിഷ ഉണ്ടാകുന്നത്. വേദിത്തും ഇച്ഛ വിവിധിഷ എന്തിനെ കുറിച്ചുള്ളതാണ്? ബ്രഹ്മത്തെക്കുറിച്ച്. അതായത് ബ്രഹ്മജിജ്ഞാസ ഉണ്ടാകുന്നു. തതോ യോഗം സമഭ്യസ്യ സംഹിതോപാസനാഭിഭിഃ. ഇപ്പൊ നേരത്തെ നാം പഠിച്ചതായ ഉപാസനകൾ, സംഹിത പഠിച്ചു, കർമ്മകാണ്ഡ പ്രധാനമായ സംഹിത പഠിച്ചു, ഉപാസനകളെ കുറിച്ച് പഠിച്ചു. പ്രണവോപാസന, അനേകോപാങ്ക്തോപാസന ഒക്കെ ഉണ്ടല്ലോ, നേരത്തെ നാം പഠിച്ചു. ഏകാഗ്രേ സാധിതേ അഥാസ്യ വിദ്യാം സൂത്രയതി ശ്രുതിഃ. അങ്ങനെ ഏകാഗ്രചിത്തനായിരിക്കുന്ന ആ ഒരു സാധകന് ശ്രുതിഃ വിദ്യാം ദർശയതി. എന്താണ് വിദ്യ? വിദ്യ എന്ന് പറയുന്നത് ഇവിടെ ഈ മോക്ഷസാധനം, ഡയറക്റ്റ് കോസ് എന്നുള്ളത്. സൂത്രാത് പൂർവം ശാന്തിമന്ത്രോ ജപായാത്രോ ഉപവർണിതഃ ജപേന വിഘ്നാ ദ്വേഷാദ്യാ ശമ്യന്തി മനസി സ്ഥിതാഃ. ഈ പറഞ്ഞ ബ്രഹ്മവിദാപ്നോതി പരം എന്നതും അതുപോലെ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നും പറഞ്ഞ ഈ സൂത്രതുല്യമായ ഈ വാക്യങ്ങൾക്ക്, സൂത്രങ്ങൾ തന്നെയാണ്, അതിനു മുമ്പ് ശാന്തി മന്ത്രം പഠിക്കുന്നു. അപ്പൊ ജപയാത്രയാണത്. ഇതൊരു തരം യാത്രയാണ്. ഈ സാധാരണ പറയാറുണ്ടല്ലോ, ഇറ്റ് ഈസ് എ പിൽഗ്രിംസ് ട്രാവൽ, എ പിൽഗ്രിംസ് പ്രോഗ്രസ്. ഈ ജപയാത്ര, ജപം, യാത്ര മുതലായവ ഇതൊക്കെ വിധിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? ജപേന വിഘ്നാ ദ്വേഷാദ്യാഹ
ശമ്യന്തി മനസി സ്ഥിതാഹ. ജപേന വിഘ്നാഹ, വിഘ്നങ്ങൾ ഇല്ലാതാകുന്നു. രാഗം ദ്വേഷം മുതലായവ ശമ്യന്തി, ഇവ എവിടെയാ ഉള്ളത്? മനസ്സി സ്ഥിതാഹ, നമ്മുടെ മനസ്സിൽ ബാക്കി നിൽക്കുന്നതായ ആ നമ്മെ ഇതുവരെ സംസാരത്തിലേക്ക് തന്നെ നമ്മെ ബന്ധനത്തിലാക്കി കെട്ടുപിണഞ്ഞ് കിടന്നിരുന്നതായ ദ്വേഷം മുതലായവയെല്ലാം ഇല്ലാതാകുന്നു. രാഗദ്വേഷങ്ങൾ ഇല്ലാതാകുന്നു. അങ്ങനെ രാഗദ്വേഷ വിവർജിതനായ ശാന്തചിത്തനായ, പ്രശാന്തചിത്തായ എന്ന് പിന്നീട് ഉപനിഷത്തിൽ പറയുന്നുണ്ട്. ആ പ്രശാന്തചിത്തനായ ആ സാധകന് ഈ ഉപനിഷത്തിൽ ഉപദേശിക്കുന്നു, മഹർഷിമാർ ഉപദേശിക്കുന്നു. എങ്ങനെ? ബ്രഹ്മവിത് പരമേതി ഇതി സൂത്രം സർവാർത്ഥസൂചനാത്. ബ്രഹ്മവിത് പരമാപ്നോതി, പരം ഏതി ആപ്നോതി, എത്തുന്നു എന്ന്. സൂത്രം സർവാർത്ഥസൂചനാത്. ജ്ഞേയം ജ്ഞാനം ഫലം ചേതി സർവേ അർത്ഥാ സൂചിതാഹ ഇഹ. ഈ പറഞ്ഞ ഈ സൂത്രത്തിൽ ബ്രഹ്മവിത് പരമാപ്നോതി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബ്രഹ്മവിദാപ്നോതി പരം എന്ന സ്ഥലത്ത് ജ്ഞേയമായത് പരമമായ ബ്രഹ്മം, ജ്ഞാനം ആ പ്രോസസ്. ഇനി ഫലം എന്താ? പരം ആപ്നോതി, പരമമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ഇത് സർവേ അർത്ഥാഹ സൂചിതാഹ ഇഹ. ഇനി എന്ന് എല്ലാ പ്രയോജനങ്ങളും, അർത്ഥാഹ, അർത്ഥശബ്ദത്തിന് പ്രയോജനം എന്നൊരർത്ഥം, സൂചിതാ ഇഹ. ജ്ഞേയം ബ്രഹ്മ, ജ്ഞേയ വസ്തു എന്താ എന്ന് ചോദിച്ചാൽ ബ്രഹ്മ. തദീയാധീഹി ജ്ഞാനം, ബ്രഹ്മസംബന്ധമായ ഉറച്ച ആ ബുദ്ധി, അതിനെ ജ്ഞാനം. സ്യാദ് ബ്രഹ്മത ഫലം, ബ്രഹ്മത എന്നത്, അതായത് ബ്രഹ്മവിത്ത് ബ്രഹ്മമാകുന്നു, ബ്രഹ്മതയെ പ്രാപിക്കുന്നു. ബ്രഹ്മത എന്നൊക്കെ നമ്മുടെ വാക്കുകൾ കൊണ്ട് നാം പറയുന്നതാണ്. ബ്രഹ്മത ഫലം സൂത്രവ്യാഖ്യാനരൂപായാം ഋച്ചേതത് വിശദീകൃതം. സൂത്രവ്യാഖ്യാനരൂപമായ ഈ ഋക്ക് ഇങ്ങനെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന്. ഇതിന്റെ പ്രാരംഭമാണ്. ഇതുവരെ നാം പഠിച്ചതിൻ്റെ എല്ലാം ഒരു ചെറിയ ഒരു എന്താ പറയുക, അതിലൊരു ഒരു സംഗ്രഹം ആയിട്ട് ഇതിനെ നമുക്ക് പറയാം. ഇനി ഈ ഇവിടെ പറയുന്നത് ജ്ഞാതവ്യം ബ്രഹ്മ യത്തത് കിമിതി ചേത് തസ്യ ലക്ഷണം. ജ്ഞാതവ്യം ചേത് ബ്രഹ്മ എന്നുണ്ടെങ്കിൽ, ബ്രഹ്മം അറിയപ്പെടേണ്ടതാണെങ്കിൽ, കിമിതി ചേത് തസ്യ ലക്ഷണം കിം, ആ ബ്രഹ്മത്തിന്റെ ലക്ഷണം എന്താണ്? സത്യം ജ്ഞാനം അനന്തം യത്തത് ബ്രഹ്മേത്യവഗമ്യതാം. സത്യം ജ്ഞാനം അനന്തം എന്ന് മൂന്ന് വിശേഷണങ്ങൾ. സത്യം ബ്രഹ്മ, ജ്ഞാനം ബ്രഹ്മ, അനന്തം ബ്രഹ്മ എന്ന് മൂന്ന് ഡയറക്റ്റായിട്ട് ബ്രഹ്മ എന്ന വിശേഷ്യത്തിൽ അന്വയിക്കുന്നു. വിശേഷണം എന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ, അതായത് അഡ്ജക്റ്റീവ് എന്ന് പറയും. സത്യം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ അത് ലക്ഷണ വൃത്തി കൊണ്ടാണ് കിട്ടുന്നത്. ഈ വിശേഷണങ്ങൾ ഒന്നും തന്നെ നേരിട്ട് ബ്രഹ്മത്തെ ബോധിക്കുന്നതല്ല. സത്യം എന്നത് എങ്ങനെയാണ് ബ്രഹ്മത്തെ മനസ്സിലാക്കി തരുന്നത് എന്ന് ചോദിച്ചാൽ ലക്ഷണ കൊണ്ട്. ഇറ്റ് ഇസ് ആൻ ഇൻഡയറക്റ്റ് ആപ്ലിക്കേഷൻ. അനൃതം അല്ലാത്തത്. അനൃതം എന്ന് പറഞ്ഞാലോ അനിത്യം, വിനശ്യത്ത്, നശിക്കുന്നതെല്ലാം അനൃതം. അപ്പൊ നശിക്കാത്തത് എന്ന അർത്ഥം കിട്ടുന്നതിന് വേണ്ടി സത്യം എന്ന പദം പ്രയോഗിച്ചു. അതായത് നിത്യമാണ് എന്ന അർത്ഥം സിദ്ധിക്കുന്നതിന് വേണ്ടി
സത്യം എന്ന പദം. പക്ഷേ the qualifying adjunct or the adjective does not denote Brahman directly. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മത്തെ സത്യം എന്ന പദം മനസ്സിലാക്കി തരുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മ ബിക്കംസ് എന്താ, അത് ഒരു വാക്കുകൾക്ക് ഉൾപ്പെട്ടു പോകുന്നു. ഇറ്റ് ബിക്കംസ് ഡിഫൈനബിൾ. ഇറ്റ് ഈസ് നോട്ട് ഡിഫൈനബിൾ in its true sense. It is not definable. അപ്പോ ബ്രഹ്മത്തെ അങ്ങനെ മനസ്സിലാക്കി തരാൻ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സത്യം ജ്ഞാനം അനന്തം യത്തത് ബ്രഹ്മേത്യവഗമ്യതാം. അപ്പൊ അനൃതമല്ലാത്തത് സത്യം. ആകാശാദി ജഗത് സർവം അനൃതം മായികത്വതഃ. ആകാശം മുതലായവയെല്ലാം, ആകാശം തുടങ്ങി ആ ഭൂതപഞ്ചകവും പിന്നെ ഭൗതികമായ മറ്റു വസ്തുക്കളെല്ലാം തന്നെ, ചരാചരങ്ങളെല്ലാം തന്നെ, ഇവയെല്ലാം ജഗത് സർവം അനൃതം. അവ അനൃതമാണ്, ഇല്ലാത്തതാണ്. എന്തുകൊണ്ട്? മായികത്വതഃ. അവ മായികമായത് കൊണ്ട്, അവിദ്യാസംബന്ധം കൊണ്ട് ഉണ്ടായവയാണ്. ഇനി അനൃതം ബ്രഹ്മ തേന ഏതത് സത്യമിത്യഭിധീയത്തെ. ബ്രഹ്മ അനൃതമല്ല, ബ്രഹ്മ അനിത്യമല്ലാത്തതാണ് എന്ന് പറയുമ്പോൾ നിത്യമാണ്, അതുകൊണ്ട് സത്യമെന്ന് പറയുന്നു. ജഗജ്ജഡം സ്വതസ്ഫൂർത്തിരാഹിത്യാത് ബ്രഹ്മതു സ്വയം സ്ഫുരതീതി അജഡം തേന ജ്ഞാനമിത്യഭിധീയത്തെ. ജഗജ്ജഡം സ്വതസ്ഫൂർത്തി. ജഗത്ത് ജഡമാണ്, ഇറ്റ് ഈസ് ആൻ ഇനർട്ട്. സ്വതസ്ഫൂർത്തിരാഹിത്യം, സ്വയം അത് തന്നെ പ്രകാശിപ്പിക്കുവാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് സ്വതസ്ഫൂർത്തിരഹിതമാണ് ജഡം. അതുകൊണ്ട് അവയെല്ലാം ജഡമായതുകൊണ്ട് തദ്രഹിതം സ്വതസ്ഫൂർത്തിരാഹിത്യാത് ബ്രഹ്മതു സ്വയം സ്ഫുരതി. ബ്രഹ്മം സ്വയം സ്ഫുരിക്കുന്നു എന്നാണ്. സൂര്യനെ പോലെ, ഇപ്പൊ സൂര്യൻ പ്രകാശിക്കുന്നു എന്നുള്ളതിന് വേറെ തെളിവ് വേണ്ട, വേറെ പ്രകാശം വേണ്ട. പ്രകാശാന്തര അനപേക്ഷമാണ് സൂര്യന്റെ പ്രകാശം എന്ന് പറയുന്നത് പോലെ ബ്രഹ്മത്തെ സ്ഫുരിപ്പിക്കാൻ, ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ മറ്റൊരു വസ്തു വേണ്ട എന്നുള്ളത് കൊണ്ട്, ബാക്കിയുള്ളതെല്ലാം മായികമായതുകൊണ്ട് അവയുടെ സ്ഫൂർത്തി, അവ ഉണ്ടെന്ന് തോന്നുന്ന തരത്തിലുള്ളതായ അവയുടെ ആ സദ്ഭാവത്തെ മനസ്സിലാക്കി തരാൻ ബ്രഹ്മം വേണം. തസ്യ ഭാസ സർവമിതം വിഭാതി എന്നൊക്കെ ശ്രുതി പറയുന്നു. ബ്രഹ്മത്തിന്റെ പ്രകാശം കൊണ്ടാണ് ഈ സ്വതേ പ്രകാശരഹിതമായ മറ്റു വസ്തുക്കളെല്ലാം തന്നെ പ്രകാശിക്കുന്നത്. മായികമായ അധിഷ്ഠാനത്തിൽ കൽപ്പിതമായ വസ്തുക്കൾ എല്ലാം പ്രകാശിക്കുന്നത് ബ്രഹ്മത്തിന്റെ സ്വയം പ്രകാശം കൊണ്ടാണ്. തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി എന്ന് മുണ്ടകോപനിഷത്ത് പറഞ്ഞു തരുന്നു. തത്ര സൂര്യോ ഭാതി, സൂര്യൻ പ്രകാശിക്കുന്നതല്ല. തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം, ചന്ദ്രനും നക്ഷത്രങ്ങളും ഒന്നും തന്നെ പ്രകാശിക്കുന്നവയല്ല. പിന്നെ നക്ഷത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി, വിദ്യുത്ത് മിന്നൽ പിണരുകളൊന്നും തന്നെ പ്രകാശിക്കുന്നവയല്ല. കുതോയം അഗ്നി, എവിടെ നിന്നാണ് ഈ അഗ്നി പ്രകാശിക്കുന്നത് എന്ന് ചോദിച്ചാൽ തമേവ ഭാന്തം അനുഭാതി സർവം. ആ പ്രകാശത്തിനെ തുടർന്ന് ഏതൊരു വസ്തുവാണോ പ്രകാശമായിട്ടുള്ളത് ആ വസ്തുവിനെ പിന്തുടർന്ന് അതിൻ്റെ പ്രകാശം ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ സഹായത്തോടു കൂടി തസ്യ ഭാസ സർവമിതം വിഭാതി, തസ്യ ബ്രഹ്മണ ഭാസ, അതിൻ്റെ പ്രകാശകത്വം കൊണ്ട് ഇവയെല്ലാം പ്രകാശിക്കുന്നു എന്ന് പറയുന്നു. അപ്പോ ബ്രഹ്മ സ്വയം സ്ഫുരതി, അതുകൊണ്ട് അത് അജഡം, ജഡമല്ല.
തേന ജ്ഞാനമിത്യഭിധീയത്തെ. അപ്പൊ ജാഡ്യരഹിതമാണെന്ന് പറയുന്നതിന് വേണ്ടി ജ്ഞാനം എന്ന പദം. അല്ലാതെ ജ്ഞാനം എന്ന പദം നേരിട്ട് ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നതല്ല എന്ന്. അത് കുറച്ചുകൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പിന്നീട് വരുന്ന ക്ലാസ്സുകളിൽ അത് നമുക്ക് നോക്കാം. ജഡം ജഡാദ്യ അന്തവത് സ്യാത് ദേശകാലാദിവസ്തുഭിഃ ന ദേശാദികൃതോ അന്തോ അസ്യ ബ്രഹ്മാനന്തം തതസ്മൃതം. ജഡം ഘടാദ്യ അന്തവത് സ്യാത്. ജഡമായ വസ്തുക്കളെല്ലാം എങ്ങനെയാണ്? അന്തവത്, അന്തം, നാശം, നാശത്തോട് കൂടിയവയാണ്. എങ്ങനെ? ഘടാദ്യന്തവത്. ഘടം മുതലായവർക്ക് അന്തം വരുന്നു. ഏതൊരു വസ്തു ആയാലും അത് നശിക്കുന്നതാണ്. ഉൽപ്പത്തി ഉണ്ടോ അത് നശിക്കുന്നു. ദേശകാലാദിവസ്തുഭിഃ. എങ്ങനെയാണ്? ദേശികകൃതമായ അന്തം ഉണ്ട്, കാലകൃതമായ അന്തമുണ്ട്, സ്വഭാവതഃ അന്തമുണ്ട്. ന ദേശാദികൃതോ അന്തോ അസ്യ ബ്രഹ്മാനന്ദം തതസ്മൃതം. അതുകൊണ്ട് ബ്രഹ്മാനന്ദം, ബ്രഹ്മ അനന്തം. ബ്രഹ്മം എന്ന് പറയുന്നത് അനന്തമാണ്. സത്യം, ജ്ഞാനം അനന്തം. ന ദേശാദികൃതോ അന്തോ അസ്യ. അതിന് ദേശം കൊണ്ടോ കാലം കൊണ്ടോ സ്വഭാവം കൊണ്ടോ അതിന് അന്തത്വം ബ്രഹ്മത്തിനില്ല. അതുകൊണ്ടാണ് ബ്രഹ്മ അനന്തം തതസ്മൃതം. ദേശകാലാദ്യ അന്യവസ്തുത്രയം മായാവിജൃംഭിതം. ബ്രഹ്മസത്യം മായികൈസ്തൈഃ പരിച്ഛിന്നം കഥം ഭവേത്. ദേശകാലാദി അന്യവസ്തുത്രയം. ദേശകാലാദികൾ കൊണ്ട് അന്യവസ്തു, ദേശകാലാദ്യ അന്യവസ്തുത്രയം മായാവിജൃംഭിതം. മായാവിജൃംഭിതമാണ്. ദേശം, കാലം, അതുപോലെ ഈ സ്വഭാവം, ഇവ മൂന്നു കൊണ്ടും വിജൃംഭിതമാകുന്ന, ഇല്ലാത്തവ ഉള്ളതുപോലെ കാണപ്പെടുന്ന അവയെല്ലാം തന്നെ മായാവിജൃംഭിതം, മായയുടെ ഒരു വിളയാട്ടമാണ്. ബ്രഹ്മസത്യം മായികൈഃ തൈഃ പരിച്ഛിന്നം കഥം ഭവേത്. ബ്രഹ്മസത്യമായതുകൊണ്ട് ഈ മായികമായ പരിച്ഛിന്നങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ബ്രഹ്മത്തിനെ പരിച്ഛിന്നമാക്കാൻ കഴിയുന്നത്? ദേശം കൊണ്ടോ കാലം കൊണ്ടോ സ്വഭാവം കൊണ്ടോ പരിച്ഛിന്നമാക്കാൻ, ലിമിറ്റഡ് ആക്കാൻ കഴിയാത്തതാണ് ബ്രഹ്മം. ദേശകാലാദ്യ അന്യവസ്തുത്രയം മായാവിജൃംഭിതം ബ്രഹ്മസത്യം മായികൈസ്തൈഃ പരിച്ഛിന്നം കഥം ഭവേത്. ജഡ അനൃത പരിച്ഛിന്ന വ്യാവൃത്യൈവ പദത്രയം. ശ്രദ്ധിക്കുക, ഇവിടെ വ്യാവൃത്തി, വ്യാവൃത്തി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവയിൽ നിന്നുമുള്ള ഭേദം. എങ്ങനെ? ജഡ അനൃത പരിച്ഛിന്ന വ്യാവൃത്തി. ജഡവ്യാവൃത്തി, അനൃതവ്യാവൃത്തി, പരിച്ഛിന്ന വ്യാവൃത്തി. ഇവ ഇങ്ങനെയുള്ള വസ്തുക്കളിൽ നിന്നുമുള്ള വ്യത്യാസം മനസ്സിലാക്കി തരാനാണ് സത്യജ്ഞാനം അനന്തം എന്ന പദങ്ങൾ പ്രയോഗിച്ചത്. ജഡവ്യാവൃത്തിക്ക് വേണ്ടി ജ്ഞാനപദം, അനൃതവ്യാവൃത്തിക്ക് വേണ്ടി സത്യപദം, പരിച്ഛിന്ന വ്യാവൃത്തിക്ക് വേണ്ടി അനന്തം എന്ന പദം. ലക്ഷകം സ്യാത് അഖണ്ഡസ്യ യത്തത് ബ്രഹ്മേതി ബുദ്ധ്യതാം. അപ്പൊ ഇവ ലക്ഷകങ്ങളാണ്, നേരിട്ട് ബോധിപ്പിക്കുന്നതല്ല എന്നർത്ഥം. അഖണ്ഡമായ ബോധം, അത് ഈ സത്യം, ജ്ഞാനം, അനന്തം എന്ന മൂന്ന് പദങ്ങൾ ലക്ഷണാവൃത്തി കൊണ്ട്, ഇൻഡയറക്റ്റ് റെഫറൻസ്. അഭിധാവൃത്തി എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് റെഫറൻസ്. ഇപ്പൊ ഒരാളുടെ പേരുണ്ട് രാമൻ, അത് രാമ ഡിനോട്ട്സ് ദ പേഴ്സൺ കാൾഡ് രാമ. while we utter the word രാമ, രാമ എന്നുള്ള ഒരു പദം ഉച്ചരിക്കുമ്പോൾ ഇറ്റ് ഡയറക്ട്ലി ഡിനോട്ട്സ് ദ പേഴ്സൺ രാമ. അല്ലെങ്കിൽ അപ്പൊ രാമ എന്ന് പറയുമ്പോൾ അത് ഇതര വ്യാവൃത്തിയാണ്. രാമൻ ഇവിടെ വരൂ എന്ന് പറയുമ്പോൾ രാമൻ എന്ന പദം മറ്റുള്ളവരിൽ നിന്നുമുള്ള ഭേദത്തെ മനസ്സിലാക്കി രാമൻ മാത്രം ഇവിടെ വരണം എന്ന് മനസ്സിലാക്കി തരുന്നു. അത് അഭിധാവൃത്തിയാണ്. ഇറ്റ് ഈസ് എ ഡയറക്റ്റ് റെഫറൻസ്. പക്ഷെ ഇവിടെ ബ്രഹ്മം ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി റെഫേർഡ് ബൈ എനി ഓഫ് ദി വേർഡ്. കാരണം
യഥോ വാചോ നിവർത്തന്തേ. വാക്കുകൾ കൊണ്ട് ബ്രഹ്മത്തെ നമുക്ക് വർണ്ണിക്കാൻ കഴിയുന്നതല്ല. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ എന്ന് പിന്നീട് ഈ ഉപനിഷത്ത് തന്നെ അത് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇപ്പൊ ലക്ഷകം സ്യാത് അഖണ്ഡസ്യ, അഖണ്ഡാർത്ഥബോധകമാണ് ഈ പറയുന്ന പദങ്ങൾ. ലക്ഷകം സ്യാത് അഖണ്ഡസ്യ യത്തത് ബ്രഹ്മേതി ബുദ്ധ്യതാം. ഇതാണ് ബ്രഹ്മമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക എന്ന്. താത് ബ്രഹ്മ കഥം വിദ്യാത് ഇതി ചെയ്ത് അവിധീയത്തെ. ആ ബ്രഹ്മം എങ്ങനെ ആണ് കാണപ്പെടുന്നത്, മനസ്സിലാക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അവിധീയത്തെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നു. എങ്ങനെ? ഗുഹായാം പരമേ വ്യോമിനി സ്ഥിതം ബ്രഹ്മതുവേദയഃ. നമ്മുടെ ഹൃദയ ഗുഹ, ഗുഹായാം പരമേ വ്യോമിനി, അതിനെ പരമമായ ആകാശം എന്ന് പറയുന്നു. പരമമായ ആകാശം, ബാഹ്യമായ പരമമായ ആകാശത്തെ പോലെ നമ്മുടെ ഹൃദയ അന്തർഭാഗത്ത് ഒരു ആകാശമുണ്ട്. അവിടെയാണ് ഈ ബ്രഹ്മത്തെ നാം മനസ്സിലാക്കേണ്ടത്. ഇതി വേദയഃ. അങ്ങനെ മനസ്സിലാക്കുന്നവൻ ദേഹാത് അഭ്യന്തര പ്രാണഃ. ദേഹം, ഈ ശരീരം, പാഞ്ചഭൗതികമായ ഈ ശരീരം, അതിൻ്റെ ഉള്ളിൽ പ്രാണനുണ്ട്. പ്രാണാദഭ്യന്തരം മനഃ. പ്രാണമയ കോശമുണ്ട്. പ്രാണമയ കോശത്തിനും അഭ്യന്തരം, അതിൻ്റെ ഉള്ളിലായിട്ട് മനഃ, അവിടെ മനോമയ കോശമുണ്ട്. തതഃ കർത്ത തതോ ഭോക്ത ഗുഹാസേയം പരംപര. അവിടെയാണ് ഈ കർത്താവ്, ഈ മനോമയ കോശമാണ് കർത്താവ്. തതോ ഭോക്ത, അനുഭവം. കർത്താവും ഭോക്താവും, ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്ന കർത്തൃത്വം, ഭോക്തൃത്വം മുതലായവ ഈ മനോമയ കോശത്തിനാണ് ഉള്ളത്. ഗുഹാസേയം പരംപര പഞ്ചകോശ ഗുഹായാം യത് അജ്ഞാനം കാരണം സ്ഥിതം. പഞ്ചകോശ ഗുഹായാം, ഒരു കോശത്തിന്റെ ഉള്ളിൽ മറ്റൊരു കോശം. അപ്പൊ ഒരു ഗുഹയ്ക്കുള്ളിൽ മറ്റൊരു ഗുഹ, അതിൻ്റെ ഉള്ളിൽ മറ്റൊരു ഗുഹ, ഇങ്ങനെ 5 ഗുഹകൾ. യത് അജ്ഞാനം കാരണം സ്ഥിതം. അജ്ഞാനം ഇതിലെല്ലാം തുടർന്ന് നിൽക്കുന്നു. തദ് വ്യോമ പരമം തസ്മിൻ നിഗൂഢം ബ്രഹ്മ തിഷ്ഠതി. ആ ഹൃദയാബ്ജ കോശത്തിൽ, ഹൃദയാന്തർഭാഗത്തിൽ ഉള്ള പരമമായ ആകാശം, പരമമായ ആകാശത്തിൽ നിഗൂഢമായി ബ്രഹ്മം കാണപ്പെടുന്നു. ജീവേ ചൈതന്യമേവാത്ര നിഗൂഢമിതി ചേത്തദാ. ജീവേ ചൈതന്യമേവാ, ജീവനിൽ കാണുന്ന ചൈതന്യം, ആ ചൈതന്യമാണ് വാസ്തവത്തിൽ. ആ ജീവ ചൈതന്യം തുടിക്കുന്നുണ്ടല്ലോ, അതാണ് അകത്ത് ഒരു ആത്മാവ്, അന്തരാത്മാവ് ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു തെളിവ്, ഒരു ബാഹ്യമായ ഒരു തെളിവ്. തസ്യൈവ ബ്രഹ്മതാം വിദ്യാത് ജീവത്വഭ്രാന്തിഹാനയേ. ആ ഒരു ജീവചൈതന്യത്തെ ബ്രഹ്മതാം വിദ്യാത്ത്, അത് ബ്രഹ്മമാണെന്ന് നല്ലപോലെ ഉറച്ചു മനസ്സിലാക്കുമ്പോൾ, എന്തിനു വേണ്ടി? ജീവത്വ ഭ്രാന്തിഹാനയേ. ജീവത്വം, അഹം ജീവ എന്നുള്ളത് തെറ്റായ ജ്ഞാനമാണ്. തത്വ സ്വതോ ബ്രഹ്മൈവ ചൈതന്യം ജീവത്വം പ്രാണധാരണാത്. സ്വതഃ ഈ ചൈതന്യം ബ്രഹ്മമാണ്. പക്ഷെ ജീവൻ എന്നുള്ള വ്യവഹാരം വരുന്നത് പ്രാണധാരണാത്. ഈ പ്രാണൻ എന്ന പ്രാണമയ കോശം കൂടി അതിൽ ഉൾപ്പെടുന്നത് കൊണ്ടാണ് അഹം ജീവ എന്ന ജീവബോധം വരുന്നത്. ജീവബോധം ഇല്ലാതാകുമ്പോൾ ബ്രഹ്മ അവബോധം ഉണ്ടാകും. അതാണ് ബ്രഹ്മാത്മന സംസ്ഥിതി എന്ന് പറഞ്ഞത്. കോശദാതാത്മവിഭ്രാന്ത്യ ഭാത്യസ്യ പ്രാണധാരണം. ഇതും പ്രാണൻ, ഞാൻ ധരിക്കുന്നു, എനിക്ക് പ്രാണനുണ്ട് എന്നുള്ളതും ഒരുതരം തെറ്റായ ധാരണയാണ്. കോശതാതാത്മ്യ വിഭ്രാന്ത്യ. എങ്ങനെ? പ്രാണമയ കോശം അതാണ് ജീവൻ എന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് പ്രാണൻ, ഞാൻ പ്രാണിക്കുന്നു, അതായത് പ്രാണനുള്ളവനാണല്ലോ പ്രാണി എന്ന് പറയാം. മലയാളത്തിലൊരു പ്രാണി എന്നൊരു ശബ്ദം ഉണ്ടല്ലോ, അവനൊരു പ്രാണിയാണ്, മിണ്ടാപ്രാണിയാണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ പ്രാണൻ ഉള്ളത് കൊണ്ടാണ്. അതൊരു തെറ്റായ വാക്കല്ല അത്. പ്രാണധാരണാത് പ്രാണി ഭാതി അസ്യ പ്രാണധാരണം
വക്ഷ്യമാണ് വിവേകേന തത്താദാത്മ്യം അപോഹ്യത്തെ. ഇനി പറയാൻ പോകുന്ന വിവേകം, ആ വിവേകം കൊണ്ട് താദാത്മ്യം, അന്നമയ താദാത്മ്യം, പ്രാണമയ താദാത്മ്യം, മനോമയ താദാത്മ്യം, വിജ്ഞാനമയ താദാത്മ്യം, ആനന്ദമയ താദാത്മ്യം, ഇവ അഞ്ചും ഇല്ലാതാകുന്നു. ബ്രഹ്മസാത്കൃതി ഈദൃഗ് ബോധേനേവ ച അന്യഥാ. ബ്രഹ്മസാത്കൃതി, ബ്രഹ്മമായിത്തീരുന്നു എന്ന് പറഞ്ഞല്ലോ. ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി എന്ന് പറഞ്ഞത്. അപ്പോ ആ ബ്രഹ്മസാത്കൃതി എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള ബോധം കൊണ്ട് മാത്രം. എങ്ങനെയുള്ള ബോധം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കോശ താതാത്മ്യം ഇല്ലാതാകണം. ബാഹ്യം ജഗത്ത് പഞ്ചകോശാംശ്ച അപോഹ്യ അന്തർമുഖസ്യ ധീഹി ബ്രഹ്മസാക്ഷാത് കരോത്യേഷ സർവോപാധി വിവർജിതം. ഉപാധികൾ ഇല്ലാതാകും. അപ്പോൾ കണ്ടീഷൻസ് ഇല്ലാതാകും. എങ്ങനെ? ബാഹ്യം ജഗത് പഞ്ചകോശാംശ്ച അപോഹ്യ അന്തർമുഖാസ്യ ധീഹി. നമ്മുടെ മനസ്സ് നാം ഉള്ളിലേക്ക് തിരിക്കുമ്പോൾ, അന്തർമുഖനാകുമ്പോൾ, അന്തർമുഖം ബഹിർമുഖം എന്ന് രണ്ട് രൂപമുണ്ടല്ലോ, രണ്ട് പ്രത്യേകതകളുണ്ട്, ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ്. നമ്മൾ എപ്പോഴും ഔട്ട്വേർഡ് ആണ്. അതുകൊണ്ടാണ് എപ്പോഴും നമുക്ക് ബാഹ്യമായ വിഷയങ്ങളുമായി സംബന്ധം ഉണ്ടാകുന്നതും. അതുകൊണ്ട് ബാഹ്യ വിഷയങ്ങളെ അനുഭവിക്കുവാനും അവയെ സ്വീകരിക്കുവാനും അവയെ സ്വായത്തമാക്കുവാനുമുള്ള ആഗ്രഹങ്ങളും, അതായത് കാമയേഷ ക്രോധയേഷ രജോഗുണ സമുദ്ഭവ എന്ന് പറഞ്ഞതുപോലെ രജോഗണത്തിന്റെ ആധിക്യം കൊണ്ട് ഇവയെല്ലാം സ്വായത്തമാക്കണം എന്നുള്ളതും, ഇതൊക്കെയാണ് ബാഹ്യ പ്രവൃത്തികളെല്ലാം, ജഗത്തിലുള്ള വ്യവഹാരങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഈ വ്യവഹാരങ്ങൾ ഇല്ലാതാകുമ്പോൾ എങ്ങനെ? പഞ്ചകോശാംശ്ച അപോഹ്യ, ബാഹ്യമായ ജഗത്തിനെയും പഞ്ചകോശങ്ങളെയും നാം തിരസ്കരിക്കുമ്പോൾ അന്തർമുഖാസ്യ ധീഹി, അന്തർമുഖമായി തീരുന്നതായ നമ്മുടെ ബുദ്ധി അത് ബ്രഹ്മസാക്ഷാത്കരോതി, ബ്രഹ്മസാക്ഷാത്കാരത്തിന് കാരണം. എങ്ങനെ? സർവോപാധി വിവർജിതം. അവിടെ കണ്ടീഷൻസ് യാതൊന്നുമില്ല, ഉപാധികൾ യാതൊന്നുമില്ല, തടസ്സങ്ങൾ യാതൊന്നുമില്ല. സോപാധ്യൈവ ബഹിർദൃഷ്ട്യ ബാധി ബ്രഹ്മണതാവത. സോപാധികമാകുമ്പോഴാണ് ബ്രഹ്മം മനസ്സിലാക്കപ്പെടാതെ പോകുന്നത്. അപൈതി ജീവത തസ്മാത് അന്തർദൃഷ്ട്യൈവ ബുദ്ധ്യതാം. അപൈതി ജീവത തസ്മാത് ജീവത അപൈതി. അപ്പോൾ ബ്രഹ്മദൃഷ്ടി ആയി കഴിയുമ്പോൾ ജീവദൃഷ്ടി ഇല്ലാതാകുന്നു. അതാണ് അന്തർദൃഷ്ടി എന്ന് പറഞ്ഞത്. അന്തർദൃഷ്ട്യൈവ ബുദ്ധ്യതാം. അതുകൊണ്ട് മാത്രം ബ്രഹ്മം സാക്ഷാത്കരിക്കപ്പെടുന്നു. ബഹിർദൃഷ്ടിർ ജഗദ്ഭാനം തസ്യ സത്യാവധീരപി, തസ്യ സത്യത്വധീരപി വിവേകാത് സത്യത അപൈതി. ബഹിർദൃഷ്ടി ജഗദ്ഭാനം. അന്തർദൃഷ്ടി കൊണ്ട് ബ്രഹ്മവും ബഹിർദൃഷ്ടി കൊണ്ട് ജഗത്ത് കാണപ്പെടുന്നു. ബഹിർദൃഷ്ടി ജഗദ്ഭാനം തസ്യ സത്യത്വധീരപി. അതും സത്യമാണെന്ന് തോന്നുന്നു, ജഗത്ത് സത്യമാണെന്ന് തോന്നുന്നു. ബഹിർദൃഷ്ടി കൊണ്ട് ഉണ്ടാകുന്ന ജഗദ്ഭാനം, അതുകൊണ്ട് അനുഭവപ്പെടുന്നതായ ജഗത്ത് പ്രപഞ്ചവും സത്യമാണെന്ന് തോന്നുന്നു. പക്ഷേ വിവേകാത് സത്യത അപൈതി. വിവേകം കൊണ്ട് സത്യത അതിനില്ലാതാകുന്നു. പ്രപഞ്ചത്തിന്, ജഗത്തിന് സത്യത്വം ഇല്ലാതാകുന്നു. ജഗദ്ഭാനം തു യോഗതഃ. ജഗദ്ഭാനം, ജഗത്ത് നമുക്ക് അനുഭവ വിഷയമാകുന്നത് മറ്റു പലതിൻ്റെയും യോഗം കൊണ്ടാണ്. ബഹിർദൃഷ്ട അപേയാതാം അന്തർദൃഷ്ട്യായ ദീക്ഷത്തെ നിഗൂഢം ജീവചൈതന്യം തത് ബ്രഹ്മേതി പ്രപശ്യതി. ഇപ്പൊ നിഗൂഢമായ ജീവചൈതന്യത്തെ നമ്മുടെ ഹൃദയ ആകാശത്തിൽ, പരമമായ ആ ആകാശത്തിൽ നാം അനുഭവിക്കുന്ന, മനസ്സിലാക്കുന്ന, സാക്ഷാത്കരിക്കുന്ന ആ ജീവചൈതന്യത്തെ ബ്രഹ്മീതി പശ്യതി, അതിനെയാണ് നാം ബ്രഹ്മമായിട്ട് മനസ്സിലാക്കുന്നത് എന്ന് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചുരുക്കി തൈത്തിരീയ വിദ്യാപ്രകാശത്തിൽ വിദ്യാരണ്യസ്വാമികൾ അരുളി ചെയ്തിട്ടുണ്ട്.
ഇത് വളരെ വിശദീകരിച്ച് നമുക്ക് പിന്നെയും നോക്കേണ്ടതുണ്ട്. ഈ ഭാഷ്യത്തിന്റെ വരികളിലൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇന്നിപ്പോ മറ്റു ചില കാരണങ്ങളുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ ഈ സത്സംഗം ഇവിടെ സമാപിപ്പിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് വിശദമായി ഇവ പരിശോധിക്കാം. സർവേ ജന സുഖിനോ ഭവന്തു.